ആ നമ്മുടെ 3 പീസാ. അത് ശരി, 2 പീസൊന്നുമല്ല, 3 പീസാ. 3 പീസ് വെച്ചിട്ട് കുത്തി നിറയ്ക്കുക കേട്ടോ. എൻ്റെ പൊന്നെ, അയ്യോ ഇത് 2 പേർക്ക് തിന്നാം. ഇത് നമ്മുടെ ചോറിൻ്റെ ക്വാണ്ടിറ്റി 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് ശരി, അവൻ ആൾ പുലിയാണല്ലോ. അടിപൊളിയാട്ടോ, നല്ല സൂപ്പർ ബിരിയാണിയാണ്. അപ്പം അടിപൊളിയായിട്ട് ചേട്ടൻ പാക്ക് ചെയ്ത് 2 പേർക്ക് കഴിക്കാൻ, വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ അത്രയും തിങ്ങി നെരുങ്ങിയൊക്കെ എടുക്കുന്നത് കേട്ടോ. അടിപൊളി. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ നമ്മുടെ ഈ ബോർഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് ചേട്ടൻ ഇത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചാൽ ചെയ്തു കൊടുക്കുമല്ലേ? എപ്പോഴും കിട്ടും. അത് ശരി, 24 മണിക്കൂറും ഓൺലൈനിലാണ് നമ്മൾ. അത് ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചേട്ടനെ ഒന്ന് വിളിക്കണം കേട്ടോ. അപ്പം ഇവിടുന്ന് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ബിരിയാണി മേടിച്ച് കഴിക്കും, കൊണ്ടുകൊടുക്കുമല്ലേ? പിന്നെ കൂടുതലുണ്ട് ഓർഡർ ചെയ്ത് ഞാൻ സൈറ്റിൽ കൊണ്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ അതാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭക്ഷ്യസുരക്ഷയുടെ ആൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം, എന്താവുമെന്ന് നോക്കാം. അപ്പോൾ പാവപ്പെട്ടവൻ്റെ കച്ചവടം മുടക്കാൻ ആ ക്യാമറയുടെ ഓണാക്കിക്കണേ. ഭക്ഷ്യസുരക്ഷയുടെ ആൾ വലിയ വലിയ ഹോട്ടലൊക്കെ ഉണ്ട്. എന്നാലും കൊച്ചു കടയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ലൈവായിട്ടൊന്ന് കാണാം. വീട്ടിലെ അഡ്രസ്സിൽ കളറിൽ എന്തോ ആഡ് മഞ്ഞപ്പൊടിയാണ്. ഇത്ര കളർ അല്ലാതെ ഒരു ജാതിയിലും കഴിച്ചു നോക്കിയോ. ഞാൻ തന്നെ ഫസ്റ്റിൽ ഉപ്പ് നോക്കുന്നത് ഞാനാ. കൊടുക്കുന്ന ഫുഡിൽ നമ്മൾ പാർസൽ കൊടുക്കുന്നുണ്ട്. പാർസൽ കൊടുക്കുന്ന ഫുഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ലേബിൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇതിൻ്റെ മേളിൽ എന്താണ് ഒരു ലേബൽ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞത്? എന്താ ഈ ലേബലിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? എന്താ? അല്ല, ജനങ്ങൾ കണ്ടോണ്ടിരിക്കും, അതുകൊണ്ടാ. അല്ല, ചാനല ഇത് ലൈവല്ല, എല്ലാവരും കണ്ടോണ്ടിരിക്കുക. ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നേ, അപ്പോഴാണ് നിങ്ങൾ വന്നത്. ഇത് അത്യാവശ്യം നല്ല അഭിപ്രായമുള്ളൊരു കട. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ. കംപ്ലൈന്റ് ബേസിലല്ല, ഇതിപ്പോൾ നമ്മുടെ സ്ക്വാഡ് നടക്കുക, കേരളം മൊത്തം ഈ സ്ക്വാഡ് നടക്കുന്നുണ്ട് ഈ സമയത്ത്. ഓപ്പറേഷൻ ലേബൽ എന്നായതാണ് സ്ക്വാഡിന്റെ പേര്. ഇതിന്റെ ബേസിൽ നമ്മൾ ഈ കൊടുക്കുന്ന പാർസലിൽ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം, നമ്മൾ ഏത് സമയത്താണ് ഉണ്ടാക്കിയത്, ഏത് ടൈമിലാണ് ഉണ്ടാക്കിയത്, ഒരു ലേബലിൽ വേണം. കാരണം ഇതിപ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഉണ്ടാക്കിയത്. 9 മണിക്ക് ദമാക്കുന്നത് ഇവർക്ക് പ്രശ്നമാകത്തില്ലല്ലോ. 9 മണിക്ക് രാവിലെ 9 മണിക്ക് 4 മണിയായി ഈ സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ സാധനം പതുക്കെ നമുക്ക് ആവാൻ തുടങ്ങും. അതിനകത്ത് ഫുഡ് പോയിസണിങ് ഉണ്ടാക്കാനുള്ള. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല മാഡം. കേരളത്തിൽ ഹോട്ടലേ പറ്റത്തില്ല. ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് ഇരിക്കുന്ന ഒരു 100 ഹോട്ടൽ ഞാൻ കാണിച്ചു തരാം ഈ മേഡത്തിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ. ഇപ്പൊ കാരണം 9 മണിക്ക് ഉണ്ടാക്കിയ സാധനമാണ്. ഇപ്പൊ എത്രയായി? 3 മണിയായ
ആയിട്ടുണ്ട്. 3 മണി കഴിഞ്ഞു. അത് ഇപ്പോഴും ചൂടുണ്ടല്ലോ. ഇത് അത് ഡയറക്റ്റ് ഈ സൺലൈറ്റിലായിരിക്കുന്നത്, പെട്ടെന്ന് നാശമാവും. നമ്മൾ ഇതിന്റെ മൈക്രോ എക്സാമിൻ ചെയ്തതല്ലേ, മൈക്രോ ഫുഡ് പോയിസൺ ഉണ്ടാക്കാനുള്ള ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മെയിൻ കാര്യം എന്തോ അതും ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയതിന് ശേഷം എപ്പോഴാണ് അവർ കഴിക്കുന്നത്. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കുറേ കഴിയുമ്പോഴായിരിക്കും അവർ അറിയുന്നില്ലല്ലോ, 9 മണിക്ക് ഉണ്ടാക്കിയ സാധനം അവർ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി പറഞ്ഞിട്ടുണ്ട് ലേബൽ വേണം. ലേബൽ ഇല്ലാതെ പ്രോഹിബിറ്റ് ചെയ്തേക്കുക. ഇന്നലെ അത് ന്യൂസ് ഈ ലേബലിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കിയത് ടൈം ഇതാണ് അതേപോലെ ഒരു ലേബൽ ഇല്ലാത്തവർക്ക് അല്ല ഏത് സമയത്ത് ഇത് പ്രിപ്പയർ ചെയ്ത ടൈം. അപ്പൊ അങ്ങനെയാണ് ഇത് എല്ലാ ആഹാരങ്ങൾക്കും ഈ ഒരു നിയമം ബാധകമാണോ? പ്രിപ്പയർഡ് ഫുഡും പിന്നെ ഈ ഹൈ റിസ്ക് ഫുഡും അവർക്ക് മെയിനായിട്ട് വേണ്ടത്. അന്നേരം ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ലേബൽ ഇല്ലെങ്കിൽ വലിയ കച്ചവടം. അല്ല, ഇത് സംബന്ധിച്ച് ആദ്യം ജനങ്ങൾക്കൊരു അവബോധം കൊടുത്തിട്ടുണ്ടായിരുന്നോ? വരുന്നുണ്ട്, എവിടെയാ? പത്രത്തിലും വരുന്നുണ്ട്, ന്യൂസിൽ. അല്ല, ഞങ്ങൾ ഇവിടുത്തെ വാർത്താ ചാനലല്ലോ, ഞങ്ങൾ കണ്ടിട്ടില്ല. ട്രെയിനിങ് നടത്താറുണ്ട്. അന്നേരം ഇവിടെ അസോസിയേഷനിലോ പരിചയമുള്ളവരോ അല്ലെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നവരെ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ പോസ്റ്റ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ആ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ചോദിക്കുക. ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ഫുഡിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് ഉണ്ട്. നമ്മുടെ മാവേലിക്കരയിൽ കാഞ്ഞിര സിവിൽ സ്റ്റേഷനിലൊക്കെ ഓഫീസ് ഉണ്ട് ഫുഡ് സേഫ്റ്റിയുടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ചോദിക്കുക. വെള്ളം ചെക്ക് ചെയ്ത വെള്ളം ഏതാ യൂസ് ചെയ്യുന്നത്? വീട്ടിലെ വെള്ളം ചെക്ക് ചെയ്തിട്ടുണ്ട്. ബോർവെള്ളം ആണെങ്കിലും ചിലപ്പം ലീക്കേജോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചെക്ക് ചെയ്യിപ്പിക്കണമെന്നാ. വീട്ടിലെ വെള്ളമാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാം. അതിന്റെ റിപ്പോർട്ട് വേണം. കാരണം ഈ കോളിഫോം ബാക്ടീരിയാസ് ഒക്കെ ലീക്കേജ് വരുമ്പോൾ കോളിഫോം ബാക്ടീരിയ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫുഡ് പോയിസണിങ് ഏറ്റവും മെയിൻ കാരണം. ഇപ്പൊ ഏതായാലും അവർക്ക് വലിയ കച്ചവടക്കാർക്ക് കേസാക്കുക ഇന്നത്തെ ദിവസം. പക്ഷെ ചെറിയ കച്ചവടക്കാർക്ക് ഫൈൻ വരും. ചെറിയ കച്ചവടക്കാർക്ക് അല്ല, ഇവരൊന്നും ഓൾറെഡി ഇൻഫോംഡ് അല്ല, ഇവർക്ക് അറിയത്തില്ല അല്ലേ? എല്ലാം വരുന്നുണ്ട്, അവിടെയും എല്ലാം ഫൈൻ മണ്ഡല ഓഫീസറാ. ഇഷ്ടംപോലെ 1000 കണക്കിന് കടകളുണ്ട്. ഓരോ കടയിൽ സ്പെഷ്യലായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പദ്ധതിക്കൊക്കെ കൊടുക്കുന്നത്. അത് നമ്മൾ വായിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് SMS അലർട്ടായിട്ട് കാണാൻ കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ ഫെസിലിറ്റി ആയിട്ടില്ല. ഫ്യൂച്ചറിൽ ആവുമായിരിക്കും. പിന്നെ ഇത് ഡയറക്റ്റ് FSS ഡൽഹിയിൽ നിന്നുള്ള അണ്ടറാ. മാഡം മലയാളി അല്ലേ? മലയാളി പഞ്ചാബിലെ ജനിച്ചത്. അല്ല, സ്ലാങ് വ്യത്യാസമുണ്ട്. മാഡത്തിനോട് ഇത് പറഞ്ഞാൽ മതി കേട്ടോ. അല്ല, അസിസ്റ്റന്റ് കമ്മീഷണർ ചെറിയൊരു ഫൈൻ വരും. മാഡത്തിനോട് പറഞ്ഞാൽ മതി. ചെറിയ